ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്ലൂമിംഗ് ബഡ്സ്. നമുക്ക് ഇന്ന് 4ാം ക്ലാസ്സിലെ പരിസര പഠനത്തിന്റെ ചോദ്യപേപ്പർ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പ്രവർത്തനം 1. സസ്യങ്ങൾ പലവിധം. വ്യത്യസ്ത തരം സസ്യങ്ങളുടെ ചിത്രങ്ങൾ ഒട്ടിച്ച് പതിപ്പ് നിർമ്മിക്കുകയാണ് ബിനുവും കൂട്ടുകാരും. ഇവ എവിടെ കാണപ്പെടുന്നു എന്നതിനനുസരിച്ച് ചിത്രത്തിനുള്ളിൽ നൽകിയിരിക്കുന്ന വൃത്തത്തിന് നിറം നൽകുക. മരരൂഹങ്ങൾക്ക് ചുവപ്പ് നിറവും ജലസസ്യങ്ങൾക്ക് നീല നിറവും നൽകണം. മരരൂഹങ്ങൾ എന്ന് വെച്ചാൽ മരുഭൂമിയിൽ ഉണ്ടാകുന്ന സസ്യങ്ങളെയാണ് മരരൂഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലേ, ചെറിയ ഇലകളോ മുള്ളുകളോട് കൂടിയ ഇലകളോ ഉള്ളവയാണ് എന്ത് മരരൂഹങ്ങൾ. അപ്പോൾ ഇതിലെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് എന്താണ്? ഒരു മരരൂഹമാണ്. അപ്പോൾ നമുക്ക് അവിടെ ചുവപ്പ് നിറം നൽകാം. അടുത്തത് ഒരു ജലസസ്യമാണ്, അതിന് നമുക്ക് നീല നിറം നൽകാം. അടുത്തതും ഒരു മരരൂഹമാണല്ലേ, അവിടെ നമുക്ക് ചുവപ്പ് നിറം നൽകാം. താഴെ തന്നിരിക്കുന്ന ഈ ഒരു ചിത്രങ്ങളിലും ആദ്യവും അവസാനവും തന്നത് ജലസസ്യങ്ങളാണല്ലേ, അപ്പോൾ അവയ്ക്ക് നീല നിറവും, രണ്ടാമതായി തന്നിരിക്കുന്ന ചിത്രം മരരൂഹത്തിൻ്റെതാണ്, അതിന് ചുവപ്പ് നിറവും നൽകാം. ഇനി നമുക്ക് പ്രവർത്തനം 1 തന്നെ വരുന്ന ബി ക്വസ്റ്റ്യൻ നോക്കാം. മത്സ്യങ്ങൾക്ക് ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് അനുയോജ്യമായ ശരീരഘടനയാണുള്ളത്. താഴെ പറയുന്നവയിൽ നിന്ന് മത്സ്യത്തിന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. അതിൽ ഓപ്ഷൻസ് നോക്കൂ. മത്സ്യങ്ങളുടെ ആകൃതി, വാൽച്ചിറക്, ചെകിളപ്പൂക്കൾ, നിറം, കടൽ വെള്ളം, പുഴവെള്ളം, വഴുവഴുപ്പുള്ള ശരീരം, ചിറകുകൾ. ഇവിടെ ഫിഷിന്റെ അതായത് മീനിന്റെ സഞ്ചാര രീതിക്ക് സഹായിക്കുന്ന പ്രത്യേകതകൾ ഏതൊക്കെയാണ്? മത്സ്യങ്ങളുടെ ആകൃതിയും വാൽച്ചിറകും അതുപോലെ വഴുവഴുപ്പുള്ള ശരീരവും ചിറകുകളുമാണ് മീനിനെ വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നത്. ആൻസർ ബി ആണ് 1ഉം 4ഉം. അടുത്തത് പ്രവർത്തനം 1 സി ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ പെടാത്തതിന് കണ്ടെത്തി എഴുതൂ. വനം, കുളം, കടൽ, മരുഭൂമി. ഈ തന്നിരിക്കുന്നവയെല്ലാം ആവാസ വ്യവസ്ഥയാണല്ലേ, പക്ഷെ അതിൽ നോക്കൂ, വനവും കടലും മരുഭൂമിയും ഒക്കെ എന്താണ്? വലിയ ആവാസ വ്യവസ്ഥയാണ്. കുളം മാത്രമാണ് ചെറിയ ആവാസ വ്യവസ്ഥയായിട്ട് ഉള്ളത്. അപ്പോൾ ആൻസർ ഈസ് ബി, കുളമാണ് ഉത്തരം. ഇനി നമുക്ക് പ്രവർത്തനം 1 ബി ക്വസ്റ്റ്യൻ നോക്കാം. അതിജീവനവും ജീവികളും. വ്യത്യസ്ത തരം ജീവികൾക്ക് അവയുടെ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നതിന് അനുയോജ്യമായ ശരീരഘടനയുണ്ട്. ശരിയാണല്ലേ, ഓരോ ജീവികൾക്കും വ്യത്യസ്തമായ ശരീരഘടനയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് അവ ജീവിക്കുന്ന സാഹചര്യത്തിന് അനുയോജ്യമായതുമായിരിക്കും. താഴെ നൽകിയിരിക്കുന്ന ജീവികൾക്ക് അവ ജീവിക്കുന്ന ഇടങ്ങളിൽ അനുയോജ്യമായ ശാരീരിക സവിശേഷതകൾ എന്തെല്ലാം എന്ന് എഴുതുക. ഇവിടെ നമുക്ക് താഴെ ഒട്ടകത്തിന്റെയും മീനിന്റെയും ചിത്രമാണ് തന്നിട്ടുള്ളത്. അതിൽ ഒട്ടകത്തിന്റെ ശരീര പ്രത്യേകത എന്ന് പറയുന്നത്, ഒട്ടകം താമസിക്കുന്നത് മരുഭൂമിയിലാണല്ലേ, അപ്പോൾ അതിനനുയോജ്യമായ ശാരീരികമായ പ്രത്യേകതകളാണ് ഒട്ടകത്തിന് ഉണ്ടാവുക. ഈ 2 ജീവികളുടെയും ഓരോ പ്രത്യേകതകൾ വീതം ഇവിടെ നൽകുന്നുണ്ട്. അതിൽ ഒട്ടകത്തിന്റെ പ്രത്യേകത, മുതുകിലെ കൊഴുപ്പ് ദിവസങ്ങളോളം മരുഭൂമിയിൽ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ സഹായിക്കുന്നു. മീനിന്റെ ശാരീരികമായ പ്രത്യേകത എന്ന് പറയുന്നത്, ശരീരത്തിന്റെ ആകൃതി ജലത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. ഇത് മാത്രമല്ല മറ്റു പ്രത്യേകതകളും ഇവയുടെ ശരീരത്തിനുണ്ട്. അത് കൂട്ടുകാർ ഒന്ന് മനസ്സിലാക്കി വെക്കണേ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിലെയും സന്ദർഭം ശ്രദ്ധിക്കുക. ഇതിൽ താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് കുന്ന് നികത്തുന്നതാണല്ലേ, രണ്ടാമത് വയൽ നികത്തുന്നതുമാണ്. കുന്നുകൾ ഇടിച്ചു നിരത്തുന്നതും വയലുകൾ മണ്ണിട്ട് നികത്തുന്നതും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? എഴുതുക. ഇതില് കുന്ന് ഇടിച്ചു നികത്തുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ദോഷം, ജീവികളുടെ വാസസ്ഥലം നഷ്ടപ്പെടുന്നു. അതുപോലെ വയലുകൾ മണ്ണിട്ട് നികത്തുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷം, വിഭവങ്ങളുടെ ലഭ്യത കുറയുന്നു. അടുത്ത ചോദ്യം, ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് എഴുതുക. അതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത്, വൈവിധ്യം ആഘോഷിക്കൂ, വന്യജീവികളെ സംരക്ഷിക്കൂ. ഓപ്ഷൻ ബി, വനങ്ങളെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. ഓപ്ഷൻ സി, ആവാസ വ്യവസ്ഥ വിവിധ ജീവീയ അജീവീയ ഘടകങ്ങളുടെ സംയോജനമാണ്. ഓപ്ഷൻ ഡി, പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ ആവാസ വ്യവസ്ഥകൾ ഉണ്ട്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്ക് അനുയോജ്യമായ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, വനങ്ങളെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ.
ഇവിടെ ഞാൻ ഓപ്ഷൻ ബി എന്നാണ് കൊടുത്തിരിക്കുന്നത്. കൂട്ടുകാർ ആ ഒരു മുദ്രാവാക്യം ആ ഒരു ബോക്സിലേക്ക് എടുത്തെഴുതൂ. പ്രവർത്തനം 2. ഭൂമിയുടെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്വം. മണ്ണ് മലിനീകരണവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ. മണ്ണ് മലിനീകരണവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ ഒരു പട്ടികയിൽ തന്നിരിക്കുന്നത്. ആദ്യത്തെ കോളത്തിൽ മണ്ണ് മലിനമാകുന്ന സന്ദർഭങ്ങൾ, രണ്ടാമത്തെ കോളത്തിൽ മണ്ണ് മലിനീകരണം ബാധിക്കപ്പെടുന്ന ജീവികൾ, മൂന്നാമത്തെ കോളത്തിൽ ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ. മണ്ണ് മലിനമാകുന്ന സന്ദർഭങ്ങളിൽ ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ടല്ലോ, അമിതമായ കീടനാശിനി പ്രയോഗം. അതല്ലാതെ എഴുതാവുന്ന 2 കാര്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം, അമിതമായ രാസവള പ്രയോഗം. ഇനി നമുക്ക് മണ്ണ് മലിനീകരണം ബാധിക്കപ്പെടുന്ന ജീവികൾ ഏതൊക്കെയെന്ന് നോക്കാം. മണ്ണിര എന്ന് തന്നിട്ടുണ്ട്. മറ്റു ജീവികൾ, പ്രാണികൾ, മറ്റു ചെറിയ ജന്തുക്കൾ. ഇനി ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിവിധ തരം ജീവികൾ ഇല്ലാതാകുന്നു, മണ്ണിന്റെ വളക്കൂറ് നഷ്ടപ്പെടുന്നു, സസ്യങ്ങളുടെ വളർച്ചയെ ബാധിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിച്ച് അവ ഏത് മലിനീകരണവുമായി ബന്ധപ്പെട്ടതാണെന്ന് എഴുതുക. എത്ര എളുപ്പമാണല്ലേ ഈ ചോദ്യം. ആദ്യത്തെ ചിത്രം എന്താണ്? വായു മലിനീകരണം. രണ്ടാമത്തെ ചിത്രം ജലമലിനീകരണം. പ്രവർത്തനം 3. സ്വതന്ത്ര ഭാരത ഭൂമി. ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധ ദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത്. പതിയെ പതിയെ അവർ നാട്ടുരാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്തു. വ്യവസായശാലകൾ ആരംഭിച്ചു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരായിരുന്നു. അവർ പരസ്പരം പോരടിച്ചു നിന്നത് ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി. പീരങ്കി, തോക്ക് തുടങ്ങി മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെയും നാട്ടുരാജാക്കന്മാരെയും വരുതിയിലാക്കി. കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി. പിന്നീടുള്ള 200ഓളം വർഷം ഇന്ത്യ ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്ന കുറിപ്പ് വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ഇനി നമുക്ക് ഈ ഒരു പാരഗ്രാഫുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. വിദേശികൾ ഇന്ത്യയിൽ എത്തിയതിന്റെ പ്രധാന ഉദ്ദേശ്യം എന്തായിരുന്നു? ഓപ്ഷൻസ്: എ. യുദ്ധം ചെയ്യാൻ, ബി. നാട്ടുരാജാക്കന്മാരുമായി ചേർന്ന് കച്ചവടം ചെയ്യാൻ, സി. സുഗന്ധദ്രവ്യങ്ങളും തുണിത്തരങ്ങളും വാങ്ങുന്നതിന്, ഡി. വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ. അപ്പോൾ ഉത്തരം എന്താണ്? സി ആണല്ലേ. സുഗന്ധദ്രവ്യങ്ങളും തുണിത്തരങ്ങളും വാങ്ങുന്നതിനാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി നമ്മുടെ ഇന്ത്യയിൽ എത്തിയത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇന്ത്യ നാട്ടുരാജ്യങ്ങളായി ഭിന്നിച്ച് കഴിയുകയായിരുന്നു. ശരിയോ തെറ്റോ എന്നെഴുതുക. ശരിയാണല്ലേ. ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ഇന്ത്യ പല നാട്ടുരാജ്യങ്ങളായിട്ടാണ് കഴിഞ്ഞിരുന്നത്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ ഇന്ത്യയെ അവരുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ട്? എന്തുകൊണ്ടായിരുന്നു മക്കളെ? ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ നാട്ടുരാജാക്കന്മാർ തമ്മിൽ ശത്രുക്കളായിരുന്നു അല്ലെ. അതിനാൽ വിദേശികൾക്ക് അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ കഴിഞ്ഞു. ഈ നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള ശത്രുത വിദേശികൾ മുതലെടുക്കുകയായിരുന്നു. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അവരുടെ അധീനതയിൽ നിലനിർത്തിയത് ഏകദേശം എത്ര കാലമാണ്? എ. 1 നൂറ്റാണ്ട്, ബി. 2 നൂറ്റാണ്ട്, സി. 3 നൂറ്റാണ്ട്, ഡി. 1.5 നൂറ്റാണ്ട്. എത്ര കാലമായിരുന്നു ഇന്ത്യയെ അവരുടെ ഒരു അധീനതയിൽ നിർത്താൻ കഴിഞ്ഞത്? ഉത്തരം 2 നൂറ്റാണ്ട്. ഇനി നമുക്ക് പ്രവർത്തനം 4 നോക്കാം. സ്വാതന്ത്ര്യം സമരങ്ങളിലൂടെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും മഹത്തരമായ സമരങ്ങളാണ് ഉപ്പു സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും. ഈ 2 സമരങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ ഈ കോളം തന്നിട്ടുണ്ട്, ഉപ്പു സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും. ഈ 2 സമരവുമായി ബന്ധപ്പെട്ട പോയിന്റുകളായിട്ടാണ് ഞാൻ നോട്ട് തരുന്നത്. അതെല്ലാവരും നന്നായി മനസ്സിലാക്കൂട്ടോ. ആദ്യത്തെ നമുക്ക് ഉപ്പു സത്യാഗ്രഹം നോക്കാം. കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന ജോലിയിൽ ഇന്ത്യക്കാർ ഏർപ്പെട്ടിരുന്നു. ഉപ്പെടുക്കുന്നതിൽ ബ്രിട്ടീഷുകാർ നികുതി ചുമത്തി. നികുതി അടയ്ക്കാത്തവർ തടങ്കലിലാക്കി. ഇതിനെതിരെ ഗാന്ധിജി ജനങ്ങളെ സംഘടിപ്പിച്ചു. ഉപ്പു സത്യാഗ്രഹത്തിനായി സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചു. 1930 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചു. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരം നോക്കാം. ഗാന്ധിജി, നെഹ്റു എന്നിവരാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത്. ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിടാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു.
1942 ഓഗസ്റ്റ് 8-ന് ബോംബെയിൽ വെച്ചുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ എന്ന ആവശ്യം അവതരിപ്പിക്കപ്പെട്ടത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയ പോരാട്ടങ്ങളിൽ ഏറ്റവും വലിയ നീക്കമായിരുന്നു ഇത്. ഈ രണ്ട് സമരങ്ങളെക്കുറിച്ചും കൂട്ടുകാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പോയിന്റുകളായി നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? എ. സുഭാഷ് ചന്ദ്രബോസ്, ബി. കെ. കേളപ്പൻ, സി. സർദാർ വല്ലഭായ് പട്ടേൽ, ഡി. ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിസര പഠനത്തിലെ ചോദ്യപേപ്പർ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക്